വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം വഴിയമ്പലം വെസ്റ്റ് നടക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നത്തിന് ബുധനാഴ്ച തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന അഷ്ടമംഗല പ്രശ്നത്തിന്റെ കാർമ്മികത്വം ജ്യോതിഷാചാര്യൻ കോഴിക്കോട് വിജയരാഘവ പണിക്കരും അതിരാത്രം മറ്റത്തൂർ രാമൻ അക്കിത്തിരിപ്പാടം രാശി പൂജ നിർവഹിച്ചു. ക്ഷേത്രം കർമ്മി രവി എംബ്രാന്തിരി പൂജകൾക്ക് നേതൃത്വം നൽകി. ദേശത്തിലെ പണ്ഡിതന്മാരായ ജ്യോതിഷികളും പൗരപ്രമുഖരുടെയും സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. 4 ബുധനങ്ങളും മറ്റൊന്നും ബുധക്ഷേത്രത്തിന് 4 രാഹുവിനെ കൊണ്ട് പറയരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഭൂപതർ ബന്ധുരേവ ഏവ ഇത് നിസ്സംശയം. ആ ഭൂപതിയുടെ ബന്ധുത്വം ഇതിനുണ്ട്. അപ്പോൾ ഒരു രാജകീയമായ ഒരു സാമന്ത രാജ്യവംശവും ആ രാജ്യവംശത്തിൻ്റെ ആധാര കേന്ദ്രമായ ഒരു ദേവസ്ഥാനവും ഇതിൻ്റെ പൗരുഷത്തെ പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു പ്രതാപസ്ഥാനമാണ് എന്ന് കാണുന്നത്. ആ പ്രതാപസ്ഥാനത്തെ സ്മരിച്ചും കൊണ്ട് വേണം ഈ ദേവാലയത്തിൻ്റെ സാഹചര്യങ്ങളെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു സൂചനയാണ് ആ ലഗ്നത്തിലെ രാഹു. ഭൂപതിയുടെ ബന്ധു എന്ന് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ക്ലസ്റ്റർ റിസോഴ്സ് സെന്ററിന്റെയും ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. അത്ലറ്റിക് താരവും ദേശീയ അത്ലറ്റിക് താരവുമായി തെരഞ്ഞെടുത്ത അഞ്ജലി ഇന്ന് ജില്ലയിലല്ല സംസ്ഥാനത്തിന് ദേശീയ തലത്തിലും അംഗീകാരം പിടിച്ചു പറ്റി. ഈ സ്കൂൾ തന്നെ വിശ്വവിദ്യ സ്കൂൾ പഠിക്കുന്ന വീടി അഞ്ജലിയാണ് ആ അത്ലറ്റിക് താരം എന്ന് പറയാനുള്ള സാഹചര്യം ഒരുക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട കായിക താരം അഞ്ജലി. 100% വിജയം കൈവരിച്ച വിശ്വവിദ്യ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇനി എന്തിന് ഈ സ്കൂളിന്റെ എങ്ങനെ ഈ സ്കൂളിന്റെ പ്രൗഢി ഉയരത്തിലേക്ക് എത്തണം, ഇതിലും ഉയരങ്ങളിലെത്താനും ഇതിലും പ്രശംസ പിടിച്ചു പറ്റാനും വിദ്യാർത്ഥികളായിട്ടുള്ള എന്റെ മുന്നിലിരിക്കുന്ന വിശ്വസിന്റെ സ്വന്തം വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾക്ക് സാധിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക PK വത്സല റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MB വിമൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കുട്ടൻ മാസ്റ്റർ, പ്രോഗ്രാം ഓഫീസർ ജോർജ് ഇഗ്നേഷ്യസ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ MB ഹംസ, PTA പ്രസിഡന്റ് BK ജനാർദ്ദനൻ, KA സൽമ, PK ബാബു, VV പ്രദീപ്, സനൽ പനക്കൽ, KK അജിത ടീച്ചർ, പ്രിൻസിപ്പാൾ KH സാജൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ വാഹന ഫണ്ട്, ഉച്ചഭക്ഷണ വിപുലീകരണ ഫണ്ട് എന്നിവയുടെ ഏറ്റുവാങ്ങലും കരുമുള്ളി രാമൻ സ്മാരക വിദ്യാഭ്യാസ സഹായ ഫണ്ട് വിതരണവും കുട വിതരണവും വാർഷിക ജനറൽ ബോർഡ് യോഗവും ബുധനാഴ്ച ചേർന്നു. സ്കൂൾ ഹാളിൽ രാവിലെ ചേർന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ സ്കൂളിന് അത്യാവശ്യം അടിയന്തരമായി നൽകേണ്ട സാമ്പത്തിക സഹായങ്ങളാണ് ഇന്നിവിടെ വിതരണം നടത്തുന്നത്. ഏകദേശം 3-4 സഹായങ്ങളാണ് ഈ സ്കൂളിന് വേണ്ടി തേടിയെത്തിയിട്ടുള്ളത്. സ്ഥിരമായി നമ്മുടെ സ്കൂളിനെ ശ്രദ്ധിക്കുന്ന 3 വ്യക്തിത്വങ്ങൾ നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ധനഞ്ജയേട്ടൻ, മോനേട്ടൻ, അങ്ങനെ 1-2 വ്യക്തികൾ മഹാമനസ്സോടുകൂടി ഇന്നത്തെ മനുഷ്യ മനസ്സിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് ഈ സ്കൂളിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള വ്യക്തികളാണ് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ബേബി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MB വിമൽകുമാർ ഉച്ചഭക്ഷണ ഫണ്ടും വാർഡംഗം MK മോഹനൻ വാഹന ഫണ്ടും ഏറ്റുവാങ്ങി. ധനഞ്ജയൻ മച്ചിങ്ങൽ വാഹന ഫണ്ട് വിതരണം നിർവഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ KA സുധ കുട വിതരണവും മോഹൻ കരുമുള്ളി പഠന സഹായ വിതരണവും നടത്തി. PTA പ്രസിഡന്റ് ശ്രീജ അജയ്കുമാർ, അഡ്വക്കേറ്റ് ജയപ്രകാശ്, സൽമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു.
നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും അഴിമതിക്കെതിരെ ജനകീയ പ്രതിഷേധമുയരണമെന്ന് RMP നാട്ടിക മേഖലാ കമ്മിറ്റി തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പൗരാവകാശ സംരക്ഷണ സമിതിയുടേതായി പുറത്തിറക്കിയ 101 ചോദ്യങ്ങൾ ഉൾപ്പെട്ട നോട്ടീസിൽ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിച്ചോടുകയാണെന്നും 100 ദിന കർമ്മ പരിപാടിയും പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതിയും സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും RMP ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ അഴിമതിയും ക്രമക്കേടും പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് അംഗവും RMP മേഖലാ കമ്മിറ്റി അംഗവുമായ TK പ്രസാദിനെ കള്ളക്കേസിൽ കുടുക്കി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും പ്രസാദിനെതിരായ നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്നും RMP മേഖലാ കമ്മിറ്റി അറിയിച്ചു. പ്രസാദിനെതിരായുള്ള പോലീസ് നടപടിയെയും നിയമപരമായും രാഷ്ട്രീയപരമായും ചെറുക്കുമെന്നും ഇവർ അറിയിച്ചു. അഴിമതിക്കും ക്രമക്കേടുകൾക്കുമെതിരായി TK പ്രസാദിനെതിരായുള്ള നീക്കങ്ങളിലും പ്രതിഷേധിച്ച് സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും RMP തീരുമാനിച്ചു. ജൂലൈ 29 രാവിലെ ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണയും ഓഗസ്റ്റ് 5 തൃപ്രയാറിൽ അഴിമതി വിരുദ്ധ ജനകീയ കൺവെൻഷനും സംഘടിപ്പിക്കുമെന്നും RMP നാട്ടിക മേഖലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KG സുരേന്ദ്രൻ, KS ബിനോജ്, TK പ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് CPI മാർച്ച് നടത്തി. മാർച്ചിനിടയിൽ നേരിയ സംഘർഷം. മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന AISF പ്രവർത്തകനായ +2 വിദ്യാർത്ഥിയെ SI ആശുപത്രിയിൽ കയറി മർദ്ദിച്ചുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. പഞ്ചാരവളവിൽ അധ്യാപികയെയും മകനെയും വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതികളെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി. പെരിഞ്ഞനത്ത് കൊല്ലപ്പെട്ട നവാസിന്റെ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് സോഷ്യലിസ്റ്റ് ജനതാ പ്രവർത്തകർ ഉപവാസം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.